എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 32 കോടി രൂപ അനുവദിച്ചു. തുക ലഭ്യമായതോടെ ഓണത്തിന് മുന്നോടിയായി അർഹരായ പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ വിതരണം മുടങ്ങാൻ കാരണമായത്. എങ്കിലും പ്രവാസികളോട് സർക്കാരിനുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആദ്യഘട്ട തുക അനുവദിച്ചത് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കുടിശ്ശികയായിട്ടുള്ള മുഴുവൻ തുകയും എത്രയും പെട്ടെന്ന് അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് മുമ്പ് ആദ്യഘട്ട ഗഡു കിട്ടും, കുടിശ്ശിക ഉടനെ ലഭിക്കുന്നതുമാണ്. പെൻഷൻ വീട്ടിൽ ലഭിക്കുന്ന ആളുകൾ മസ്റ്ററിങ്ങിന്റെ 2ാം ഘട്ടം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുള്ള മസ്റ്ററിംഗ് തുടങ്ങാനിരിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ ഇത് ആരംഭിക്കും. അതോടൊപ്പം തന്നെ വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വിതരണമാണ് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ളത്. വീടുകളിൽ പല ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചില ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും കയറാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും നൽകാനുണ്ടോ, സമർപ്പിക്കാനുണ്ടോ, രേഖ സമർപ്പിക്കാനുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്നും അറിയാൻ കഴിയുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ തുക ബാങ്കിലേക്ക് കൈമാറി എന്നൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കേന്ദ്ര വിഹിതം കുറവുള്ള, അതായത് 300, 200, 500 കുറവുള്ള ചില ആളുകൾ ഉണ്ടാകും. അവർക്ക് 25-നകം തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു മാസം ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാത്രമാണുള്ളത്. പല ആളുകളും ചോദിക്കുന്നതുകൊണ്ടാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുള്ളവർക്ക് ഈ മാസം ഇനി വേറെ പെൻഷനൊന്നും ലഭിക്കുന്നില്ല. അപ്പൊ അതിന്റെ വിതരണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കയ്യിൽ പെൻഷൻ വിതരണം, വീട്ടിൽ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മസ്റ്ററിങ്ങിന്റെ കാര്യമാണ് ഇനി പറയാനുള്ളത്. ക്യാമ്പുകൾ സംഘടിപ്പിച്ചുള്ള മസ്റ്ററിംഗ് ആണ്. അത് സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കും. വാർഡ് തലങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മസ്റ്ററിംഗ് ഒരുക്കുന്നത്. അതായത് തദ്ദേശ സ്ഥാപന വാർഡ് മെമ്പർമാർ ഇക്കാര്യം പെൻഷൻ ഗുണഭോക്താക്കളെ അറിയിക്കുന്നതാണ്. അപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ അത് കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനകം തന്നെ പകുതിയിലധികം ആളുകളും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാതിരുന്നാൽ ഒക്ടോബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. സെപ്റ്റംബർ 30 ഇതിനുള്ള ഒരു സമയം നൽകിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ജീവൻ രേഖ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം. ഇനി ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളാണെങ്കിൽ അതാത് ക്ഷേമ ബോർഡുകളിലും ഈ രേഖ നൽകണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അഥവാ പരാജയപ്പെട്ടാൽ അത് രേഖ നൽകാനുള്ള കൂടുതൽ സമയം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷേ കിടപ്പ് രോഗികളല്ലാത്തവരും കഴിഞ്ഞ പ്രാവശ്യം അനാവശ്യമായി വീടുകളിലേക്ക് അക്ഷയ ജീവനക്കാരെ വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായി. അക്ഷയയിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയുമാണ്. അപ്പം അതാണ് സൗകര്യം എന്ന് പല ആളുകളും മനസ്സിലാക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അത് അക്ഷയ ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇതിനെതിരെ അക്ഷയ ജീവനക്കാർ സർക്കാരിനെ സമീപിച്ചപ്പോൾ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് മാത്രമായിരിക്കും ഇനി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക. അത് കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകുക. വീടുകളിലെത്തിയുള്ള മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകുക. അതായത് പൂർണ്ണമായിട്ടും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അക്ഷയയിൽ എത്താൻ കഴിയാത്ത, പിന്നെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാത്ത ഭിന്നശേഷിക്കാർ, ഇവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് വീടുകളിൽ എത്തിയിട്ട് ഉണ്ടാകുക. അല്ലാത്തവർ നിർബന്ധമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലോ സെപ്റ്റംബർ 1 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പുകളിലെത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിവരം. മറ്റൊന്ന്, വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്ക് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് മാസത്തേത് മുടങ്ങിയിട്ടുണ്ട്. അത് നൽകിയിട്ടുള്ളവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുണ്ട്. അതാണ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിവരം. അടുത്ത പെൻഷൻ ഇനി സെപ്റ്റംബർ മാസത്തെ പെൻഷൻ എന്ന് കിട്ടും എന്നാണ്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ സെപ്റ്റംബർ 23, 24 ദിവസങ്ങളിലായിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. 24-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ ഓണം റേഷന്റെ വിതരണം അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കട ഓണത്തിന് അവധിയുണ്ടാകും. 25-ാം തീയതി കഴിഞ്ഞാൽ 26, 27
തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് അവധികൾ ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അപ്പൊ 25-നകം തന്നെ നീല വെള്ള റേഷൻ കാർഡിനും പിങ്ക് റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള സ്പെഷ്യൽ അരിയും മഞ്ഞ റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യക്കിറ്റും കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ള വിഹിതങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷവും വാങ്ങാനുള്ള 2-3-4 ദിവസം ഉണ്ടാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 7 കിലോ 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ സ്പെഷ്യൽ അരി 26 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസക്കും 17 രൂപ നിരക്കിൽ 4 കിലോ ആട്ടയും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 25-ാം തീയതി കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള 10 കിലോ കിട്ടാൻ സാധ്യതയില്ല. നിങ്ങളുടെ റേഷൻ കടയിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോയുടെ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നതാണ് ഈ ഒരു വർഷത്തെ പ്രത്യേകത. ഇതിനകം തന്നെ 250 കോടി രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോയിൽ ഈ മാസം ഉണ്ടായിട്ടുള്ളത് എന്നത് റെക്കോർഡാണ്. അപ്പോൾ ഓണത്തിന് ഇനിയും 4 ദിവസം അവശേഷിക്കുകയാണ് ഈ റെക്കോർഡ് വന്നിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ വിൽപ്പന തന്നെ ഉണ്ടാകും. 100 കോടിയിലധികം കച്ചവടം ഇനിയും നടക്കും എന്നുള്ളതാണ്. അപ്പൊ റെക്കോർഡിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഹിറ്റായിരിക്കുകയാണ് ഈ വർഷത്തെ സപ്ലൈകോയുടെ ഓണം വിപണനം എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഓണം റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക്.